ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഐശ്വര്യയും വിസ്മയയുമാണ്. ആ തിരുവാഭരണം അത് വെച്ച് വേണം നമുക്ക് കളിക്കാൻ. ആ തിരുവാഭരണം അവിടെ നിന്ന് മോഷണം പോയാലേ പിന്നീട് ആ വാസുദേവന് തലയുയർത്തി നടക്കാൻ സാധിക്കില്ല. അതോടെ ആ ശ്യാമ തകർന്നോളും. പിന്നെ അവള് ഒരു ടൂറിനും പോകാനും പോകുന്നില്ല. ഇത് കേൾക്കുന്ന ഐശ്വര്യ പറയുകയാണ്, അത് വേണോ വിസ്മയെ? തിരുവാഭരണം വെച്ചാ കളിക്കുന്നത്. ആകെ നാണക്കേടാകും അവസാനം. അങ്ങനെയൊന്നും ഉണ്ടാകില്ല. ആദ്യം നമുക്ക് കുറച്ച് ആളുകളെ കാണാനുണ്ട്. ചേച്ചി എന്താണെങ്കിലും എന്റെ കൂടെ വരാൻ പറഞ്ഞ് വിസ്മയ ഐശ്വര്യം കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ഇവരുടെ ആളുകളെ വെച്ച് തന്നെ ആ തിരുവാഭരണം മോഷ്ടിക്കണം. തുടർന്ന് എന്റെ പേരിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകില്ലല്ലോ എന്ന് വിസ്മയ മനസ്സിൽ പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് ക്ഷേത്രമാണ്. തിരുമേനിയും പ്രസിഡന്റും കൂടി കണ്ണനെയും തിരുവാഭരണത്തെയും വാസുദേവനെ ഏൽപ്പിച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അതേസമയം അഖില് അങ്ങോട്ടേക്ക് വാസുദേവനുള്ള ഭക്ഷണവുമായി വരുന്നു. വാസു ഭക്ഷണം കഴിച്ചോ, ഞങ്ങൾ ഇറങ്ങുകയാണെന്ന് പറഞ്ഞ് തിരുമേനിയും പ്രസിഡന്റും അവിടെ നിന്ന് ഇറങ്ങുന്നു. എന്റെ മോൻ എന്തിനാ ഭക്ഷണമൊക്കെ കൊണ്ടുവന്നത്? മോനാകെ ക്ഷീണിച്ചല്ലേ കടയിൽ നിന്ന് വരുന്നത്? അതൊന്നും കുഴപ്പമില്ലച്ചാ, അച്ഛൻ എന്താണെങ്കിലും പോയി ആഹാരം കഴിക്ക്. ഇത് കേൾക്കുന്ന വാസുദേവൻ സന്തോഷത്തോടെ അഖിലിനെ നോക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ്. GK സാറ് ശ്യാമയുടെ ഫോണിലേക്ക് വിളിച്ച് നാളെയാണ് നിങ്ങളുടെ ഫ്ലൈറ്റ് എന്നും രാത്രി പരിപാടിക്ക് ശേഷം മറ്റന്നാൾ രാവിലെ തിരിച്ചെത്താമെന്നും പറയുകയാണ്. ഇപ്പൊ തന്നെ അഖിലിനോടും ഡീറ്റെയിൽസ് ഒക്കെ പറയണം, കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യാനുണ്ടാകും. തുടർന്ന് കോള് കട്ട് ചെയ്തതിനു ശേഷം ദേവകി ചോദിക്കുകയാണ്, എന്താ മോളെ സാറ് പറഞ്ഞത്? അത് പിന്നെ അമ്മേ, എന്റെയും അഖിൽ സാറിന്റെയും ഫ്ലൈറ്റ് നാളെയാണ്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ക്ഷേത്രത്തിൽ കിടന്നുറങ്ങുന്ന വാസുദേവനെയാണ്. അതേസമയം നട തുറക്കാൻ വന്ന തിരുമേനി കാണുന്നത് തിരുവാഭരണം മോഷണം പോയിരിക്കുന്നതാണ്. വാസുദേവ, തിരുവാഭരണം മോഷണം പോയിരിക്കുന്നെന്ന് തിരുമേനി പറയുമ്പോൾ വാസുദേവൻ ഒരു ഞെട്ടലോടെ നടക്ക് മുമ്പിലേക്ക് വരികയാണ്. വാസുദേവൻ ഇന്നലെ മുഴുവൻ ഇവിടെ ഉണ്ടായിരുന്നില്ലേ എന്ന് തിരുമേനിയും പ്രസിഡന്റും ചോദിക്കുമ്പോൾ ഉണ്ടായിരുന്നെന്നും പുലർച്ചെയാണ് ഞാനൊന്ന് മയങ്ങിയതെന്നും വാസുദേവൻ പറയുന്നു. അതേസമയം പ്രസിഡന്റ് ഒരാളെ സെക്യൂരിറ്റിയെ നോക്കാനായി പറഞ്ഞയക്കുമ്പോൾ അയാൾ പോയി വന്നിട്ട് പറയുകയാണ്, സെക്യൂരിറ്റി അവിടെ ഇല്ല. അപ്പോൾ അവൻ കൂടി അറിഞ്ഞിട്ടുള്ള എന്തെങ്കിലും പ്ലാൻ ആയിരിക്കും ഇത്. അത്രയും പറഞ്ഞുകൊണ്ട് പ്രസിഡന്റ് പോലീസിനെ വിളിച്ച് വിവരം അറിയിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് പോലീസ് ക്ഷേത്രത്തിലേക്ക് വരുന്നതാണ്. ക്ഷേത്രത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നെന്ന് ചോദിക്കുമ്പോൾ വാസുദേവനും സെക്യൂരിറ്റിയുമായിരുന്നെന്നും ഇപ്പോൾ സെക്യൂരിറ്റിയെ കാണാനില്ലെന്നും പ്രസിഡന്റ് പറയുന്നു. തുടർന്ന് വാസുദേവൻ പറയുകയാണ്, രാത്രി വരെ തിരുവാഭരണം മോഷണമൊന്നും പോയിട്ടില്ലായിരുന്നു. പുലർച്ചെ ഞാനൊന്ന് മയങ്ങിപ്പോയി. പിന്നീട് തിരുമേനി വന്ന് പറഞ്ഞപ്പോഴാ ഞാൻ കാര്യങ്ങളെല്ലാം അറിഞ്ഞത്. ഇയാൾ വിശ്വസ്തനാണെന്ന് തിരുമേനി പറയുമ്പോൾ അതൊക്കെ ഞങ്ങൾ സ്റ്റേഷനിൽ ചെന്ന് തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് വാസുദേവനെയും കൊണ്ട് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ്. പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുകയാണ് അഖിലും ശ്യാമയും. അതേസമയം അഖിലിന്റെ ഫോണിലേക്ക് ക്ഷേത്രത്തിൽ നിന്നും ഒരാളെ വിളിച്ച് തിരുവാഭരണം മോഷണം പോയെന്നും വാസുവേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയെന്നും പറയുകയാണ്. ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ശ്യാമ. തുടർന്ന് ശ്യാമ വിവരങ്ങളൊക്കെ അഖിലിനോടും ദേവകിയോടും പറയുകയാണ്. എനിക്കിപ്പോ വാസുവേട്ടനെ കാണണമെന്ന് പറഞ്ഞ് ദേവകി ബഹളമുണ്ടാക്കുമ്പോൾ ആദ്യം ഞാനും അഖിൽ സാറും കൂടി പോയി കാര്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞിട്ട് വരാമെന്ന് ശ്യാമ പറയുന്നു. അത് വേണ്ട ശ്യാമേ, താൻ പോകാനുള്ള കാര്യങ്ങളെല്ലാം എടുത്തു വെക്ക്. ഞാൻ എന്താണെങ്കിലും അച്ഛനെയും കൂട്ടിക്കൊണ്ടേ വരൂ. ഞാൻ എന്താണെങ്കിലും സ്റ്റേഷൻ വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അഖില് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷൻ. വാസുദേവനെ ചോദ്യം ചെയ്യുന്ന പോലീസുകാരെയാണ്. ഞാൻ തിരുവാഭരണം മോഷ്ടിച്ചിട്ടില്ലെന്ന് വാസുദേവൻ അവരോട് പറയുന്നുണ്ടെങ്കിലും അവര് അത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. വാസുദേവനെ കൊണ്ട് സത്യം പറയിപ്പിക്കാനായി ആ പോലീസുകാരൻ തല്ലാനൊരുങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് അഖില് വരികയാണ്. അദ്ദേഹം നിരപരാധിയാണെന്ന് അഖില് പറയുന്നുണ്ടെങ്കിലും തെളിവുണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞ് പോലീസുകാരൻ അഖിലിനെ അധിക്ഷേപിച്ച് അവിടെ നിന്ന് ഇറക്കി വിടുന്നു. ഇതെല്ലാം എന്റെ വിധിയാ, മോൻ പോയിക്കോളാൻ വാസുദേവൻ പറയുന്നു. അതേസമയം ക്ഷേത്രത്തിലെ പ്രസിഡന്റും തിരുമേനിയും കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. ഇത് കേൾക്കുന്ന പോലീസുകാര് അത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛന് ഭക്ഷണം കൊടുക്കാൻ ഞാൻ പോയിരുന്നെന്നും അതിനുശേഷം വീട്ടിലേക്ക് പോയെന്നും അഖില് പറയുന്നു. ഇത് കേൾക്കുന്ന പോലീസുകാർ പറയുകയാണ്, നീയും ഇപ്പോ സംശയത്തിന്റെ മുനയിലാണ്. അതുകൊണ്ട് തന്നെ ഈ ജില്ല വിട്ട് നീ പോകാൻ പാടില്ല. പറഞ്ഞത് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ മനസ്സിലായെന്ന് അഖിൽ പറയുന്നു. അങ്ങനെ അഖിൽ അവിടെ നിന്ന് വിഷമത്തോടെ ഇറങ്ങുകയാണ്. പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ്. വാസുദേവനെ കുറിച്ച് ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദേവകി. ശ്യാമ ദേവകിയുടെ അടുത്ത് തന്നെ ഇരുന്ന് സമാധാനപ്പെടുത്തുകയും ചെയ്യുന്നു. അതേസമയം അഖിൽ അങ്ങോട്ടേക്ക് വരികയാണ്. അച്ഛനെ വിടത്തില്ലെന്ന് അവർ പറഞ്ഞത്. കേസ് നല്ല സ്ട്രോങ് ആണെന്ന് അഖില് പറയുമ്പോൾ അച്ഛൻ വരാതെ ഞാനിനി എങ്ങോട്ടേക്കുമില്ലെന്ന് ശ്യാമ പറയുന്നു. ഞാൻ GK സാറിനെ വിളിച്ച് ക്യാൻസൽ ചെയ്യാൻ പറയാം. ശ്യാമേ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. താൻ എത്രയും പെട്ടെന്ന് പോകാൻ നോക്ക്. തന്നെ എയർപോർട്ടിലേക്ക് ആക്കിയിട്ട് വേണം എനിക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ. ഇത് കേൾക്കുന്ന ശ്യാമ കരഞ്ഞുകൊണ്ട് അഖിലിനെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.